ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു, 3.5 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയാണ്, ഞങ്ങൾ എവിടെയാ വൈകിയത്? ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ, ഞങ്ങൾ സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചു, വേറെ അവസാനമായപ്പോൾ അവർ തീരുമാനിച്ച് സ്ഥലം ഏറ്റെടുത്തു. സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് 100 വീട് വയ്ക്കാനുള്ള സ്ഥലം തരുമെന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം. സർക്കാർ 1 കൊല്ലം എടുത്തുള്ളൂ, നമ്മൾ 4 മാസം എടുത്തുള്ളൂ. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത്, സിദ്ദിഖിനെ അധിക്ഷേപിക്കുന്നത്. സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലം എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം. സാധാരണ പോയി നമ്മൾ 5 സെന്റോ 1 ഏക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടോ, ഗവൺമെന്റിന് ക്ലെയിം ഉണ്ടോ, പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ, നിയമപരമായ പരിശോധനകൾ നടത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലമെടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണിത്. എന്തുകൊണ്ട് 1 കൊല്ലം എടുത്തെന്ന്? ഗവൺമെന്റിന് 1 കൊല്ലം എടുക്കാം, കോൺഗ്രസിന് 4 മാസം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ സ്ഥലവും നിർമ്മിക്കും. പിന്നെ 100 വീടിന്റെ പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങളുടെ കണക്കാണ്. 20 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് 20 പൈസ കൊടുത്തത്. 20 കോടി കൊടുത്തത്. അല്ലല്ല, അത് ഘട്ടോട്ടാവല്ലോ. പൈസ കൊടുത്തല്ലോ, അവിടെ അത്രയല്ലേ ആയുള്ളൂ. പൈസ കൊടുത്തല്ലോ. അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതല്ല, എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ലീഗിന്റെ ഇപ്പൊ 50 വീട് പൂർത്തിയായല്ല, ഇപ്പൊ 52 അല്ലെ, 52 വീട് പൂർത്തിയായി. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലെ? അപ്പൊ എത്രയും ഞങ്ങളും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് വ്യാപകമായ പ്രചരണത്തിന് സർക്കാർ 1642 കോടി രൂപ മുണ്ടകൈ ചൂരൽമല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല. ഒരു റോഡ് പോലും അങ്ങോട്ട് പണിത് കൊടുക്കുന്നില്ല. ഒരു പാലം പോലും അവിടെ പണിയുന്നില്ല. മനസ്സിലായ? ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. മര്യാദക്കുള്ള ഒരു ലിസ്റ്റ്, ഒരു 3 വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതർ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്, ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്. 4 മന്ത്രിമാരെ വെച്ച് അവര് വന്ന ആദ്യത്തെ ദിവസം കുറെ നാടകം നടത്തി പോയിട്ട് പിന്നെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരാറുണ്ടാ? ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ അന്ന് പ്രസംഗിച്ചത് സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ വീട് വരുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വീടും ഉയരുന്നായിരുന്നു. ആ വേദിയിൽ അന്ന് പ്രസംഗിച്ചതാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള നടപടികളല്ല. അതെങ്ങനെയാ ചെയ്യുന്നത്? സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എങ്ങനെ? സർക്കാരിന്റെ തീർത്തിട്ടൊന്നുമില്ലല്ലോ. അതിന്റെ ഒപ്പം അങ്ങനെ പണി തുടങ്ങും. ഇന്നല്ല എങ്ങനെ വീട് ഇപ്പൊ ഈ ഇതും കൂടി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള ഭൂമിയും കൂടി എന്തായാലും ഈ ഭൂമി മേടിക്കണം ഞങ്ങളുടെ ഓഫീസ് പണിയാനല്ലോ, വീട് വയ്ക്കാനാണല്ലോ. ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കും. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആരംഭിക്കും. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ, സർക്കാർ 1 കൊല്ലം എടുത്തു. അത്രയും മനസ്സിലാക്കിയാൽ മതി. ശരി.